ചില സമയത്ത് വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടാവും കേട്ടോ. വന്ന ഉടനെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് വരുമ്പോൾ എപ്പോഴും സ്ഥിരം കടന്നാണ് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ രാവിലെ അലക്കിയിട്ടത് ഞാൻ ബെഡിലിട്ടിട്ട് അങ്ങനെ തന്നെ. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ഞാൻ അപ്പുറത്തേക്ക് പോകും കേട്ടോ. ചില സമയത്ത് മൂത്തമ്മയുണ്ടാവും. ഇത് പോകുന്നതെന്ന് പറഞ്ഞാൽ ദേവുട്ടീനെ കാണാനാണ് കേട്ടോ. ജിമ്പുട് വീട്ടിലില്ലാത്തതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്നത് ദേവുട്ടീനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അവൾക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ അവൾ പൊട്ട് ചോദിക്കും. എപ്പോൾ വന്നാലും അവൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊട്ട് വേണം, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എൻ്റെ പൊട്ട് എടുക്കണം. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ദേവുട്ടീൻ്റെ കൂടെ കളിച്ചിട്ട് ഞാൻ നേരെ പിന്നെയും വീട്ടിലേക്ക് വരും കേട്ടോ. നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ചെയ്യണമല്ലോ. പിന്നെ വന്നുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സ് മാറണം. എവിടെ പോയി വന്നാലും എനിക്ക് ഡ്രസ്സ് മാറ്റി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അതിനുശേഷം പിന്നെ എൻ്റെ കമ്മൽ, മാല അങ്ങനത്തെ ഒരു ഐറ്റംസും എനിക്ക് വീട്ടിലുണ്ടാകുമ്പോൾ ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ നേരെ പോയി മുഖമൊക്കെ കഴുകി അടുക്കളയിലേക്ക് വന്നിട്ട് എന്തൊക്കെ ഐറ്റംസാണ് അവിടെ ഉള്ളത് നോക്കൂട്ടോ. ഇന്നാണെങ്കിൽ ഉച്ചത്തേക്ക് ഉണ്ടാക്കിയ ബീട്രൂട്ട് തോരനും കുറച്ച് ചോറും ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അമ്മ പയറ് കറിയും അയല ഫ്രൈയും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ കുറച്ച് മീനെടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കറി ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ പണി. അങ്ങനെ ഞാൻ വേഗം തന്നെ കറി ഉണ്ടാക്കി. പിന്നെ ചില സമയത്ത് എനിക്ക് ഒരു പണി ഉണ്ടാവില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോൺ നോക്കും, പിന്നെ കുളിക്കും, ഫുഡ് കഴിക്കും. അങ്ങനത്തെ എൻ്റെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ ദേവുട്ടീൻ്റെ അടുത്ത് പോകട്ടോ. കുറച്ച് സമയം അവളോട് സംസാരിക്കും. പിന്നെ അവിടെ മൂത്തമ്മ ഉണ്ടാവും, വല്യമ്മ ഉണ്ടാവും. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിട്ടായിരിക്കട്ടോ പിന്നെ ഞാൻ വരിക. പിന്നെ വന്ന് ഒറ്റ കിടത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വൈകുന്നേരങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.